I don't care how rich he is, as long as he has a yacht. യവനദേശത്തെ പെരുന്തച്ചന്മാരോ മായാശില്പികളോ കൊത്തിവെച്ച ദേവതാശില്പങ്ങൾ പോലെ തോന്നിച്ചു അവളെ കാണാൻ. അവളുടെ ഉടയാടകൾ തട്ടിത്തലോടിയ കാറ്റിന്റെ സ്പർശം പോലും ആരാധകരെ വട്ടം ചുറ്റിച്ചു. വിശ്വസുന്ദരി, മറ്റൊരു പേരും അവളെ വിളിക്കാൻ തോന്നില്ല. കവികളും പാപ്പരാസികളും സിനിമാ പ്രേമികളും കൂലിയെഴുത്തുകാരും കൂടി മെനഞ്ഞ ഒരു മിഥ്യാകഥയല്ല, ശരിക്കുമൊരു വിശ്വസുന്ദരി. ക്യാമറ കണ്ണുകൾ ഇടവേളകളില്ലാതെ മിന്നുമ്പോൾ അവൾ ജീവിതത്തിൽ പലപ്പോഴും കിരീടവും പട്ടുകുപ്പായവുമായും അഴിച്ചുവെക്കുമ്പോൾ വേദനകളും ആശങ്കകളും ഉണങ്ങാത്ത മുറിവുകളും മാത്രമുള്ള നോർമ ജീൻ എന്ന സാധാരണക്കാരിയായ ലോസ് ആഞ്ചൽസുകാരിയും ആകും. ഭ്രാന്തിയായ ഗ്ലാഡിസിന്റെ മകൾ, സൗന്ദര്യത്തിന്റെ മറുപേര് എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തിയ പ്രതിഭ മെർലിൻ മൺറോ. ഈ 2026 അവർക്ക് 100 വയസ്സ് തികയുന്നു. 1926 നോർമ ജീൻ മോർട്ടസൺ ആയി അവർ ജനിക്കുമ്പോൾ തന്നെ ഈ ലോകം അവർക്കുള്ളതല്ലെന്ന് വിധിയെഴുതിയിരുന്നു. ഉന്മാദത്തിലേക്ക് വഴുതി വീണ ഒരമ്മ, സാന്നിധ്യം കൊണ്ട് തന്നെ ക്രൂരമായ ശൂന്യത തീർത്ത ഒരച്ഛൻ, അനാഥാലയങ്ങളിലും വളർത്തുമൃഗങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന വീടുകളിലെയും ബാല്യം, ആരുടെയും സ്നേഹക്കണ്ണുകളിൽ സ്വയം കണ്ടെത്താനാകാത്ത ഒരു കുട്ടി, ഒടുവിൽ ലോകത്തിന് ഒരു കാലത്തും കണ്ണെടുക്കാൻ തോന്നാത്ത വിധം പ്രകാശമാനമായൊരു വ്യക്തിത്വം സ്വയം നിർമ്മിച്ചെടുത്തു. സാംസ്കാരിക മിത്തുകളുടെ ഘടനയെക്കുറിച്ച് ഉംബർട്ടോ എക്കോ നിരീക്ഷിച്ചതുപോലെ ചില വ്യക്തികൾ അവയുടെ യഥാർത്ഥ അർത്ഥത്തെ മറികടക്കുന്ന ചിഹ്നങ്ങളായി മാറാറുണ്ട്. ഒരു ജനതയുടെ മുഴുവൻ ആഗ്രഹങ്ങളും ആശങ്കകളും അവർ ഏറ്റുവാങ്ങുന്നു. പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും റോമൻ ദേവതയായ ശുക്രൻ കടലിലെ നുരകളിൽ നിന്നും പൂർണ്ണ വളർച്ചയെത്തിയവളായി ഉദയം ചെയ്തു എന്നാണ് പുരാണം. ശുക്രന് ഭൂതകാലമില്ല, ശൈശവമില്ല. അവൾ നിത്യയൗവനത്തിൻ്റെ പ്രതീകമാണ്. ഹോളിവുഡ് എന്ന മായാലോകത്തിന്റെ നുരകളിൽ നിന്നും ഉദയം ചെയ്ത ശുക്രനായിരുന്നു മെർലിൻ. പക്ഷേ ആകാശത്തിലെ ശുക്രനക്ഷത്രം പോലെ എത്ര അകലെയാണെങ്കിലും ഇരുട്ടിൽ ഏറ്റവും തിളങ്ങി നിൽക്കുമ്പോഴും അതീവ വന്യമായ ഏകാന്തത പേറുന്ന ഒന്നായിരുന്നു ആ ജീവിതം. 1947 പുറത്തിറങ്ങിയ ഡേഞ്ചറസ് ഇയേഴ്സ് എന്ന കൗമാര നാടകീയ ചിത്രത്തിലൂടെയാണ് നോർമ ജീൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. മെർലിൻ ഒരു വ്യക്തിയായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ ഉപബോധ മനസ്സ് നിർമ്മിച്ചെടുത്ത സൗന്ദര്യത്തിന്റെ ലളിതവൽക്കരണമായിരുന്നു. തങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വിഡ്ഢിയായ സുന്ദരി എന്ന പ്രതിച്ഛായയ്ക്കുള്ളിൽ അവർ ഒരു തീക്ഷ്ണമായ ബുദ്ധിശക്തിയെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഫെമിനിസ്റ്റായ ഗ്ലോറിയ സ്റ്റീനം നിരീക്ഷിച്ചതുപോലെ മെർലിന്റെ ദുരന്തം അവർക്ക് സ്വന്തം അർത്ഥത്തിന്മേൽ അധികാരം ലഭിച്ചില്ല എന്നതായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് വന്ന പുരുഷന്മാരെല്ലാം അവരുടെ സൗന്ദര്യത്തെ ഒരു സ്വത്തായിട്ടാണ് കണ്ടത്. അവർക്ക് പ്രായമാകാൻ അനുവാദമില്ലായിരുന്നു. കാരണം ഒരു സ്ത്രീയുടെ പ്രായമാകലും പക്വതയും അവളുടെ സൗന്ദര്യത്തെ കൂടുതൽ ശക്തവും ഭയപ്പെടുത്തുന്നതുമാക്കും. അതിനാൽ അവരെ എപ്പോഴും വിടരാൻ നിൽക്കുന്ന ഒരു മൊട്ടായി, ദുർബലയായി നിലനിർത്താൻ വ്യവസ്ഥിതി ശ്രമിച്ചു. സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചും സ്റ്റുഡിയോകളോട് പരുക്കൻ ഭാഷയിൽ പോരാടിയും അവർ തന്റെ ഇടം സ്ഥാപിച്ചു. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പുണ്ടാകുന്ന കടുത്ത ഭയവും ഉറക്കമില്ലായ്മയും അവരെ ബാർബി ചുവേറ്റുകൾക്കും മദ്യത്തിനും അടിമയാക്കി മാറ്റി. 1962 ഓഗസ്റ്റിൽ 36-ാം വയസ്സിൽ ബാർബി ചുവേറ്റുകളുടെ അമിത അളവിൽ ആ ജീവിതം അവസാനിച്ചപ്പോൾ ഈ ലോകം അവർക്കെഴുതിയ ക്രൂരമായ തിരക്കഥയ്ക്കാണ് വിരാമമായത്. 2026 ശതാബ്ദി വേളയിൽ നമ്മൾ ഓർക്കുന്നത് ഒരു നടിയെ മാത്രമല്ല, ഒരു ചിത്രത്തിലെന്ന പോലെ കാലത്തെ നിശ്ചലമാക്കി നിർത്തി മരണത്തെപ്പോലും തൻ്റെ പ്രകാശത്തിൻ്റെ നിത്യത കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞ ഒരു വിസ്മയത്തെയാണ്. ആ ക്യാൻവാസിൽ ഇന്നും ചായങ്ങൾ ഉണങ്ങിയിട്ടില്ല. പ്രകാശിക്കുന്ന ആ മുറിവിൽ നിന്നും ഇപ്പോഴും വെളിച്ചം ഒലിച്ചിറങ്ങിക്കൊണ്ടേയിരിക്കും.